പോലീസുകാർ തന്നെ തലമണ്ടയ്ക്ക് ജില്ലാ അധ്യക്ഷൻ അടിക്കുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. എന്തിന്റെ പേരിൽ? ഇവിടുത്തെ CPM പ്രവർത്തകർ അവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിലൂടെ കൃത്യമായ വോട്ടിങ്ങിലൂടെ 75,000 ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നിട്ടുള്ള ഒരു MP-യുടെ ഓഫീസിലേക്ക് അവരുടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെ ആ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തത് എന്തിനാണ്? 60,000 വോട്ട് ക്രമക്കേട് നടത്തി എന്നുള്ളതാണ് അവരുടെ ആരോപണം. ആരോപിച്ചു? അവിടെ തോറ്റുപോയ സ്ഥാനാർത്ഥി സുനിൽകുമാർ, CPI-യുടെ തോറ്റുപോയ സ്ഥാനാർത്ഥി, 75,000 വോട്ടിന് തോറ്റുപോയ ആ സ്ഥാനാർത്ഥി അവിടെ കരിയോയിൽ 60,000 വോട്ട് തിരിമറി നടത്തി എന്നാണ് പറഞ്ഞത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു റിപ്പോർട്ട് അവർ പറയുന്നത്? എങ്ങനെയാണ് 60,000 വോട്ട് തിരിമറി ചെയ്യുമ്പോൾ ഈ CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ കഴിവുകെട്ട പ്രവർത്തകരാണോ ഈ കേരളത്തിൽ